നമസ്തേ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അയോധ്യയിലേക്ക് യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാം എന്നെക്കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗളസ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും. സ്നാനാശനാദികളാചരിക്കുന്നതും നൂനം അവനോടു കൂടിയേയാവിതോ. എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാലവൻ വന്നിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ സത്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രം അയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനധ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും
അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുത്സ്ഥനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു മംഗളമാമ്മാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണേടുവാൻ ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തിരു ജഗത്പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ, സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിടിനാൻ. സംസാരനാശാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുത്പതിച്ചു തദാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തദാ. മിത്രബിംബം കണക്കേ ധനദാസനം. ഉത്സംഗസീം നിവിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലു ദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സത്സേവിതേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാജലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലിങ്ങു ശോണിതകർദ്ദമമാം സാസ്ഥ്യപൂർണം ഭയങ്കരം. അത്രൈവ വാനരരാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തും അതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാൻ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ, ഹേതു ബന്ധിച്ചതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം. ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം. കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങോ നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീം ഇമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുദാ
പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നേടുന്നു. ഭർത്തൃവിയോഗജ ദുഃഖമെന്നോളം ഇത്രിലോകത്തെങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ളാകൂതമപ്പോൾ അറിഞ്ഞു. വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. വാനരവീരരെ, നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനേവരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധപുക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോടു മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളിച്ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാജലമൊത്തുങ്കമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദിയതിന്നങ്ങേതതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദിയതിന്നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. ഇത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജമുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതുമൊന്നില്ലയല്ലീ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കുമാചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ലയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജഡാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനേ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വത്പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിത്പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും
യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാത പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാത് മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം ലക്ഷ്മീ ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗത്പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പൊക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായറിയിച്ചീടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പൊക്കു ഭക്തനായേടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ച നാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാം ഇനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരം ആശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഢമായാലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെക്കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മദീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ?
ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങൾ അച്ചിത്രകൂടാചലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകൾ ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാൻ. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ. അനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളും നേരത്ത് രാജ്യമലങ്കരിക്കേണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയുമുണ്ടാക്കണം. സൂത വൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളുമൊരുക്കണമേവരും. രാജധാരങ്ങളമാത്യജനങ്ങളും വാചികജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതിവീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാപാലവൃദ്ധാവതി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തത്പുരം ചിത്രമാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരും അവണ്ണം 10,000 100,000 തുരകങ്ങളും ഉണ്ട്. 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാൻ. പാതുകാം മൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായിച്ചമഞ്ഞിതു ദൂരേ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദനേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊള്ളിൻ പരമാനന്ദ വിഗ്രഹം. പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാതശബ്ദം ഘനമഭ്രദേശത്തോളമുത്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗത്കാരണഭൂതനെ കണ്ടു ഭരതനും മേരുമഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിത്പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവുമന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും
സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുത്സംഗസീന്നി ചേർത്തിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാനാശു സൗമിത്രിയ ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവനംഗദൻ ജാംബവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കപിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു മാരുതിവാച ഭരതകുമാരനും പൂരുഷവേഷം ധരിച്ചാർ കപികളും. പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാർ അവർകളും. സുഗ്രീവനെ കനിവോട് പുണർന്നധ ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവത്സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സുതന്മാർ ദശരഥ ഭൂമനിക്കാലമഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയാകിയ മാതൃപദത്തെയും കാകുത്സ്ഥനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതീടിനാർ. അഗ്രേ വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും. ചിത്തമഴിഞ്ഞു തത്പാദുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയനിന്നു നിർണയം. വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മത്കർമ്മസാഫല്യവും പ്രഭോ. പണ്ടേതിലിന്നു 10 മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാനിന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ക ഭവാനിനി മറ്റേതുമാലംബനമില്ല
കാരുണ്യവാരിധേ. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.